ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മൈക്രോസോഫ്റ്റ് ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ജീവനക്കാരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും പിരിച്ചുവിടൽ നടപ്പാക്കുക. മൈക്രോസോഫ്റ്റ് ജീവനക്കാരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ശതമാനം ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി റിപ്പോർട്ട്. ഈ ജോലി വെട്ടിക്കുറയ്ക്കൽ 1% താഴെ തൊഴിലാളികളെ ബാധിക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു. ജൂൺ അവസാനത്തോടെ മൈക്രോസോഫ്റ്റിന് 2,28,000 ജീവനക്കാരാണുള്ളത്. ഈ പിരിച്ചുവിടൽ കഴിഞ്ഞ 2 വർഷമായി കമ്പനി ഏറ്റെടുത്ത വെട്ടിക്കുറയ്ക്കലുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. 2023 തുടക്കത്തിൽ കമ്പനി ഏകദേശം 10,000 ജീവനക്കാരെ പിരിച്ചുവിട്ടു. ജനുവരിയിൽ ആക്ടിവിഷൻ ബ്ലിസാർഡിന്റെ $75 ബില്യൺ ഏറ്റെടുക്കൽ പൂർത്തിയാക്കിയതിനു ശേഷം മൈക്രോസോഫ്റ്റ് അതിന്റെ ഗെയിമിംഗ് യൂണിറ്റിലെ ഏകദേശം 1,900 ജീവനക്കാരെ വിട്ടയച്ചു. വർഷത്തിന്റെ അവസാനത്തിൽ കമ്പനി അതിന്റെ അസൂർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബിസിനസ്സിലെ 1,500 റോളുകളും ഒഴിവാക്കി. ജോലി നഷ്ടപ്പെട്ട ആളുകളുടെ റോളുകൾ നികത്താൻ മൈക്രോസോഫ്റ്റ് സാധാരണയായി ആളുകളെ നിയമിക്കുന്നതിനാൽ പിരിച്ചുവിടൽ കമ്പനിയുടെ മൊത്തത്തിലുള്ള എണ്ണത്തെ ബാധിക്കില്ലെന്നും വക്താവ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പറക്കും കാറുകൾ അവതരിപ്പിച്ച് ചൈനീസ് EV സ്റ്റാർട്ടപ്പായ ഷാങ്പെങ്. $3 ലക്ഷം പറക്കും കാറിന്റെ വില. ഷാങ്പെഹിന്റെ എയ്റോസ്പേസ് വിഭാഗമായ ഷാങ്പെഹ് എയ്റോ HD ആഗോള ടെക് ഇവന്റ് 2025 മോഡുലാർ ഫ്ലൈയിംഗ് കാറായ ലാൻഡ് എയർക്രാഫ്റ്റ് കാരിയർ അനാച്ഛാദനം ചെയ്തു. 2026 വൻതോതിലുള്ള ഉൽപാദനം നടത്താനാണ് പദ്ധതി. $3 ലക്ഷം ഇതിന്റെ വില. വേർപെടുത്താവുന്ന ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫും ലാൻഡിംഗും വാഹനവുമായി സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഇലക്ട്രിക് മിനി വാനാണ് ലാൻഡ് എയർക്രാഫ്റ്റ് കാരിയർ. 6 ചക്രങ്ങളാണ് ഇതിനുള്ളത്. ഫ്ലോട്ടിംഗ് റൂഫ്, ഡാർക്ക് വീൽ ആർച്ചുകൾ, മടക്കാവുന്ന റിയർ വ്യൂ മിററുകൾ, ഓട്ടോമാറ്റിക് ഡ്യുവൽ സ്വിംഗ് റിയർ ഡോറുകൾ എന്നിവയാണ് പ്രത്യേകതകൾ. വിശാലമായ ഇന്റീരിയർ ആണുള്ളത്. 4 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാം. കാർബൺ ഫൈബർ പനോരമിക് കോക്പിറ്റിനൊപ്പം ഭാരം കുറഞ്ഞ ഡിസൈനും പറക്കും കാറിന്റെ സവിശേഷതയാണ്. ലാൻഡ് എയർക്രാഫ്റ്റ് കാരിയർ കേവലം ഒരു സാങ്കേതിക അത്ഭുതം മാത്രമല്ല, പാർക്കിംഗ്, തിരക്ക് തുടങ്ങിയ ആധുനിക നഗര വെല്ലുവിളികൾക്കുള്ള പ്രായോഗിക പരിഹാരമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മെറ്റയെ തള്ളി യൂറോപ്യൻ യൂണിയൻ. സോഷ്യൽ മീഡിയയെ സെൻസർ ചെയ്തിട്ടില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ ഡാറ്റാ നിയമങ്ങൾ സോഷ്യൽ മീഡിയയെ സെൻസർ ചെയ്തിട്ടുണ്ടെന്ന മാർക്ക് സക്കർബർഗിന്റെ വാദത്തെ തള്ളി യൂറോപ്യൻ യൂണിയൻ. നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ വലിയ പ്ലാറ്റ്ഫോമുകൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ എന്നും യൂണിയൻ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവായ യൂറോപ്യൻ കമ്മീഷൻ ഡിജിറ്റൽ സർവീസസ് ആക്ട് പ്ലാറ്റ്ഫോമുകളെ നിയമപരമായി ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിർബന്ധിക്കുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലെന്നും കുട്ടികൾക്കോ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കോ ദോഷകരമായേക്കാവുന്ന ഉള്ളടക്കം നീക്കം ചെയ്യാൻ മാത്രമാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കി. സെൻസർഷിപ്പ് സ്ഥാപനവൽക്കരിക്കുന്നതും നൂതനമായ എന്തെങ്കിലും നിർമ്മിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ നിയമങ്ങൾ യൂറോപ്പിൽ വർദ്ധിച്ചു വരികയാണെന്നാണ് സക്കർബർഗ് വ്യക്തമാക്കിയത്. അതേസമയം US വസ്തുതാ പരിശോധനാ പരിപാടികൾ മെറ്റ പ്ലാറ്റ്ഫോമുകൾ റദ്ദാക്കിയതായും ലോകമെമ്പാടും സെൻസർഷിപ്പ് പിൻവലിക്കുന്നതിനായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും സക്കർബർഗ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിപ്പ് നിർമ്മാണ ഹബ്ബായി മാറാൻ ലക്ഷ്യമിട്ട് മലേഷ്യ. നിക്ഷേപങ്ങളിലെ കുതിച്ചുചാട്ടം ചിപ്പ് നിർമ്മാണ മേഖലയ്ക്ക് ഗുണം ചെയ്തെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി. കഴിഞ്ഞ വർഷം മലേഷ്യയുടെ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയർന്നതായി പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. നിക്ഷേപങ്ങൾ വർദ്ധിച്ചതിനാൽ പുനരുൽപ്പാദിപ്പിക്കാവുന്ന ഊർജ്ജത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചറിലും രാജ്യം മുന്നിലെത്തി. പണപ്പെരുപ്പം സ്ഥിരത കൈവരിച്ചെന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഈ മേഖലയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ്, സെമി കണ്ടക്ടറുകൾ എന്നിവയിൽ തങ്ങളുടെ വൈദഗ്ധ്യം മെച്ചപ്പെടുത്തി ഓരോ മേഖലയിലും ആഗോള വിപണിയിൽ മുന്നിലെത്താനാണ് മലേഷ്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് അൻവർ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും ഡാറ്റാ സെന്ററുകൾക്കുമുള്ള ആവശ്യം വർദ്ധിക്കുന്നതിനാൽ മലേഷ്യ സ്വന്തമായി ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ് ചിപ്പുകൾ നിർമ്മിക്കാൻ നോക്കുകയാണെന്ന് സാമ്പത്തിക മന്ത്രി റാഫിസി റംലി പറഞ്ഞു. അടുത്ത 10 വർഷത്തിനുള്ളിൽ മലേഷ്യയിൽ നിന്ന് നിർമ്മിച്ച GPUവും ചിപ്പുകളും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ആൽഫബറ്റിന്റെ ഗൂഗിൾ ഉൾപ്പെടെയുള്ള പ്രമുഖ സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം മലേഷ്യയ്ക്ക് ഡിജിറ്റൽ നിക്ഷേപങ്ങൾ ലഭിച്ചു. 2ാം പാദത്തിലും 3ാം പാദത്തിലും വിപണി പ്രതീക്ഷകളെ മറികടക്കുന്ന വളർച്ചയോടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ കുതിപ്പ് നടത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിമാൻഡ് ഇടിഞ്ഞു. ഇന്ത്യയിലെ മൊബൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായതായി റിപ്പോർട്ട്. സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി പ്രകാരം സ്ഥാപിതമായ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നത്. ആഗോള ആഭ്യന്തര ഡിമാൻഡ് കുറയുന്നതിനാൽ പല പ്ലാന്റുകളും ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്.
ലാവ ഇന്റർനാഷണൽ, കാർബൺ, മൈക്രോമാക്സ് തുടങ്ങിയ ചെറുകിട കമ്പനികളുടെ നിലനിൽപ്പ് പരുങ്ങലിലാണ്. പല കമ്പനികളും ടെലികോം ഉപകരണങ്ങളുടെയും വെയറബിൾസിന്റെയും നിർമ്മാണത്തിലേക്ക് മാറുകയോ പ്രവർത്തനം നിർത്തുകയോ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഡിക്സൺ ടെക്നോളജീസ്, സാംസങ് ഇലക്ട്രോണിക്സ്, ടാറ്റ ഇലക്ട്രോണിക്സ്, ഹോൺഹായ് തുടങ്ങിയ PLI യോഗ്യതയുള്ള നിർമ്മാതാക്കൾ മാത്രമാണ് നിലവിൽ ഉൽപാദനം തുടരുന്നത്. കോവിഡിന് ശേഷമുള്ള ഡിമാൻഡ് ഇടിഞ്ഞതിനെ തുടർന്ന് 2022 മുതൽ പ്രതിസന്ധി പ്രകടമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ഫീച്ചർ ഫോൺ കയറ്റുമതി പ്രതിവർഷം 14% കുറഞ്ഞു. 4G ഫീച്ചർ ഫോണുകളിൽ 46% ഇടിവുണ്ടായതായി ഗവേഷണ സ്ഥാപനമായ CMR പറയുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.